ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പേപ്പേഴ്സ് സാറിനെ കൊണ്ടേ കാണിക്കും. മാഡം, ഇത് ഗോപാൽജിയുടെ വണ്ടിയാണ്. അതിന് ഇറങ്ങിയോളാ. ഗോപാൽജിയുടെ വണ്ടിയല്ലേ? കടത്തി വിട്ടേക്ക് ബിച്ചുകുട്ടാ. എനിക്ക് ശമ്പളം തരുന്നതേ സർക്കാരാണ്, ഗോപാൽജി അല്ല. നിനക്കൊന്നും ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലടാ. വണ്ടിയുടെ പേപ്പർ എടുത്തുകൊണ്ട് വാ. വണ്ടി കൃത്യസമയത്ത് ഗോഡൌണിൽ എത്തിക്കണമെന്ന് നിനക്കറിയില്ലേ? അത് മാഡം പിന്നെ എന്താ നീ ഇവരുടെ മുമ്പിൽ വാല് മടക്കി നിൽക്കുന്നത്? വണ്ടി എടുത്ത് ഗോഡൌണിൽ എത്തിക്കേ. മോളെ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തില് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ ചെക്കിങ് നടത്താൻ ഇവിടെ നിൽക്കുന്നതേ വെറുതെ അല്ല. നിങ്ങളെപ്പോലുള്ള പോലീസുകാരുമായി ഡീൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനും അച്ഛനും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിച്ചോളാം. വണ്ടി എടുക്കടാ. ശരി മാഡം. എനിക്ക് നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞു? വണ്ടി എടുക്കരുത്. ഇതൊക്കെ ഇങ്ങനെ നടക്കൂന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ അയാളെ കടത്തി വിടാൻ പറഞ്ഞത്. ഇപ്പൊ അത് തന്നെ സംഭവിച്ചല്ലോ. പോലീസുകാര് പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ? അത് പിന്നെ വണ്ടി കൃത്യസമയത്ത് ഗോഡൌണിൽ എത്തിക്കണമെന്നാ മുതലാളി പറഞ്ഞത്. നിന്റെ മുതലാളി ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ. എത്ര വലിയ മുതലാളിയാണെങ്കിലും പോലീസുകാർ കൈ കാണിച്ച വണ്ടി നിർത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിന്നെ ഞാൻ ഇന്ന് മനസ്സിലാക്കിച്ചു തരാം. ബിജുക്കുട്ട, ഇവനെ തൂക്കിയെടുത്ത് സെല്ലിട്ടേക്ക്. പോലീസുകാരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ഇവനൊരു ക്ലാസും കൊടുക്കണം. ശരി മാഡം. ഇതിനകത്ത് സ്പിരിറ്റ് അല്ലേ? അതിനുവേണ്ട പേപ്പേഴ്സ് ഒന്നും കയ്യിൽ കാണില്ല. അപ്പൊ പിന്നെ ഒരു ഷോ കാണിച്ച് വണ്ടി ഗോഡൌണിൽ എത്തിക്കാന്ന് കരുതി. പണ്ടത്തെ പോലെ നിന്റെ അച്ഛന്റെ കാശ് വാങ്ങി എന്ത് തോന്നിയാസത്തിനും കൂട്ടുനിൽക്കുന്ന പോലീസുകാരല്ല ഇപ്പൊ ഉള്ളത്. നല്ല അന്തസ്സോടെ ജോലി ചെയ്യുന്നവരാ. അതിന് അപവാദമായിട്ട് ചിലരൊക്കെ ഉണ്ട്. എന്ന് കരുതി മുഴുവൻ ഡിപ്പാർട്ട്മെന്റും നിന്റെ അച്ഛന്റെ കാശ് കണ്ട് വീഴുമെന്ന് പ്രതീക്ഷിക്കരുത്. സർ, ഈ വണ്ടി സീസ് ചെയ്തേക്ക്. ഓക്കെ മാഡം.